ഇപ്പം നിങ്ങളൊരു ടൂർ പോകുന്ന സമയത്ത് നിങ്ങൾ ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകണം, ഇപ്പോൾ ഒരു കൊടൈക്കനാൽ, ഊട്ടി പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാറുണ്ടാവും? പ്ലാൻ ചെയ്യാറുണ്ടാവും. അതേപോലെ ആ ഒരു ടൂറിന് ആവശ്യമായിട്ട് എത്രത്തോളം എമൗണ്ടുകൾ ഒരാൾ കരുതണം എന്നുള്ള സാധനം നിങ്ങൾ മുൻകൂട്ടി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നിങ്ങൾ ആസ് എ റിയൽ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ റിയൽ ലൈഫുകളിൽ നിങ്ങൾ യൂസ് ചെയ്യാറുള്ള പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാലേ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രോപ്പർലി ഒരു പ്ലാനിങ്ങും അതുപോലെ അതിനാവശ്യമായുള്ള ബഡ്ജറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് എ കമ്പനിക്ക് ഭാവിയെ കുറിച്ചിട്ടും ഭാവിയിലേക്കുള്ളതിൻ്റെ ആവശ്യമായിട്ടുള്ളതിനെ പ്രോപ്പർലി പ്ലാൻ ചെയ്യേണ്ടി വരും, പ്രോപ്പർലി ഫോർകാസ്റ്റുകൾ ചെയ്യേണ്ടി വരും, അതിനാവശ്യമായിട്ടുള്ള പ്രോപ്പർലി ബഡ്ജറ്റുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബഡ്ജറ്റുകൾ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് ഫോർകാസ്റ്റുകൾ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടത്, നമ്മളൊരു വിഷയം പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. തോന്നുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, പ്ലാൻ ചെയ്യലല്ലോ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പ്രോപ്പർലി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ധാരണ ഉണ്ടാവും. അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക.